കൊച്ചിയിൽ ആഡംബര കാറിൽ മദ്യലഹരിയിൽ മരണപ്പാച്ചിൽ. വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന കാറുകളൊക്കെ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതൊന്ന് കാണാം ആദ്യം. രാഗിൻ നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി. രാഗിൻ, ഈ കാറിന്റെ ഉടമ ആരാണ്? പോലീസ് കണ്ടെത്തിയോ? കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള നിജീഷ് നജീബാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കൊച്ചിയിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി കഴിഞ്ഞിട്ടുള്ള ഭാഗം, അതായത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി കഴിഞ്ഞ് തേവരയ്ക്കുള്ള ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന കാറുകളിലാണ് ഇത്തരത്തിൽ വന്ന് ഇടിച്ചത്. ആഡംബര കാറിൽ മദ്യലഹരിയിലാണ് ഈ നിജീഷ് വാഹനം ഓടിച്ചതായി വ്യക്തമായിട്ടുള്ളത്. അങ്ങനെ വഴിയരികിൽ പാർക്ക് ചെയ്തിട്ടുള്ള കാറുകളിൽ ഓരോന്നിലായി ഇടിക്കുകയായിരുന്നു. ഏകദേശം 6 വാഹനങ്ങളിൽ ഇത്തരത്തിൽ ഇടിച്ച ശേഷം ഇയാൾ കാറെടുത്ത് പോവുകയാണ് ഉണ്ടായത്. തൊട്ടടുത്ത് തന്നെയാണ് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ. പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഈ വിഷയത്തിൽ ഇടപെട്ടു. അങ്ങനെ ഇയാളെ ചേസ് ചെയ്ത് പിടികൂടുകയായിരുന്നു. തുടർന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്, അതോടൊപ്പം തന്നെ അപകടമുണ്ടാക്കിയതിന് തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ നിജീഷിന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. ഈ നിജീഷ് ഇവിടെ വിവാഹവുമായി ബന്ധപ്പെട്ട്, സുഹൃത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വന്നതാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അവിടെ എത്തിയ ശേഷം, കൊച്ചിയിൽ എത്തിയ ശേഷം ഒരു ബാറിൽ പോയി മദ്യപിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇങ്ങനെ വാഹനം എടുത്ത് ഇറങ്ങിയത്. അങ്ങനെ മദ്യലഹരിയിൽ നിയന്ത്രണം വിട്ട് നേരെ വാഹനങ്ങളിൽ ഇടിച്ചു കയറിയിരുന്നു. ഭാഗ്യവശാൽ ആ വാഹനങ്ങളിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ടൗണിന് ഒത്ത നടുക്ക് കൂടിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ആളപായമോ മറ്റു കാരണങ്ങളോ ഒന്നും ഉണ്ടാകാതെ പോയത്. അത് വലിയ ആശ്വാസകരവുമാണ്. എന്നാലും ഇത്രയധികം വാഹനങ്ങളിൽ ഇടിച്ച ശേഷം നിർത്താതെ പോവുകയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് ജാമ്യത്തിൽ വിട്ടു എന്നതാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മഴ കൂടിയുള്ള ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് പോലീസിന്റെ അടക്കം സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നതാണ് വ്യക്തമാകുന്നത്. ശരി.